നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സിവിൽ സർവീസ് പരീക്ഷയിൽ 2ാം റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അത് ഞാൻ 1ാം റാങ്ക് മിസ്സാവാൻ കാരണം എന്താണ്? മാം, എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എക്സാം പാസ്സാവുമെന്ന് മാത്രമേ കരുതിയുള്ളൂ. പക്ഷെ 2ാം റാങ്കൊന്നും പ്രതീക്ഷിതല്ല. മാം, IAS തന്നെയല്ലേ തെരഞ്ഞെടുക്കുന്നത്? തീർച്ചയായിട്ടും. മാം, ഈ വിജയത്തിന് പിന്നിലെ രഹസ്യം ഒന്ന് പറയാമോ? അമ്മയാണല്ലേ? അത് അതെ, അമ്മ തന്നെയാ. കളക്ടർ ആകണമെന്നുള്ള മോഹം ചെറുപ്പത്തിലേ ഇട്ടു തന്നത് അമ്മയാ. അമ്മേ, എന്താണ് പേര്? ശാരദ. എന്ത് ചെയ്യുന്നു? അമ്മ ഒരു ഹോട്ടൽ നടത്തുക. കുടുംബശ്രീ എന്ന പേര്. ഓ, ചായക്കട നടത്തുവാണല്ലേ? ചായക്കട എന്ന് പറഞ്ഞ് ചെറുതാക്കൊന്നും വേണ്ട. അമ്മയാ ഞങ്ങള് മക്കളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അമ്മയുടെ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങക്ക് ജയിച്ചു കയറാൻ വാശിയുണ്ടായത്. ഹാർഡ് വർക്ക് കൊണ്ട് എന്തും നേടാമെന്ന് അമ്മ പഠിപ്പിച്ചു. അതുകൊണ്ടാ ഇപ്പൊ ഈ വിജയമൊക്കെ എനിക്ക് നേടാനായത്. നിങ്ങൾ എത്ര പേരാണ് മക്കൾ? ഞങ്ങള് 3 പേരാ. ഞാൻ അനിയത്തിയാ, ശ്യാമ. എന്താണ് ജീവിത ലക്ഷ്യം? കളക്ടറായി കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെടുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ കഴിയുന്നതാണ് ഒരു അധികാരിയുടെ വിജയമെന്ന്. അങ്ങനെ ഒരുപാട് മുഖങ്ങളിൽ വിരിയുന്ന പുഞ്ചിരിയാണ് എന്റെ ജീവിത ലക്ഷ്യം. എക്സലന്റ്. അമ്മ തന്നെയാണ് റോൾ മോഡൽ. തീർച്ചയായും. അഖിലേന്ത്യാ തലത്തിൽ നടന്ന പരീക്ഷയിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടി 2ാം റാങ്ക് നേടുക എന്ന് വെച്ചാൽ അത് വലിയൊരു വിജയമായി കാണേണ്ടതാണ്. ഇത് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ വിജയമല്ലേ? ആ, അങ്ങനെയും പറയാം. സ്ത്രീകൾ കുടുംബത്തിലും സമൂഹത്തിലും അടിച്ചമർത്തപ്പെടുന്നതായി തോന്നുന്നുണ്ടോ? എല്ലാവരുടെയും കാര്യം അങ്ങനെ അല്ലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും അങ്ങനെ ദുഃഖകരമായ കാഴ്ചകളുണ്ട്. ചെറിയ പ്രായത്തിൽ IAS പോലുള്ള അഭിമാന നേട്ടം. ഇനിയൊരു മാരേജിനെ പറ്റി ചിന്തിച്ചൂടെ? അയ്യോ, ഞാൻ മാരീഡാ. അയ്യോ, സോറി. ഈ നിൽക്കുന്നതാ എന്റെ ഹസ്ബൻഡ് വിഷ്ണു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഒരു റിസോർട്ട് നടത്തുന്നു. ഹസ്ബൻഡിന്റെ ബൈറ്റ് എടുക്കണ്ടേ? ഓ, അതൊന്നും വേണ്ട. താങ്ക് യു മാഡം, സഹകരണത്തിന് നന്ദി. ശരി. അല്ല, ചായ കുടിച്ചിട്ട് അവര് പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യഭാമ വളർന്നപ്പോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. കൗൺസിലർ ആക്കാം, MLA ആക്കാം, മന്ത്രിയാക്കാം എന്നൊക്കെ. അതൊക്കെ ആവുകയും ചെയ്യാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ദുഃഖിക്കുന്ന ഒരുപാട് മുഖങ്ങളിൽ പുഞ്ചിരി തെളിയിക്കാമായിരുന്നു എനിക്ക്. പക്ഷേ എനിക്കെന്റെ കുടുംബത്തിനുള്ളിലെ മുഖങ്ങളിൽ തെളിയുന്ന പുഞ്ചിരി കാണാൻ സാധിക്കുമായിരുന്നില്ല. കുടുംബമായിരുന്നു എനിക്ക് പ്രധാനം. അതുപോലെ എനിക്കൊരു മകള് പിറന്നപ്പോഴും ഇവളോട് ഞാൻ പറഞ്ഞു കൊടുത്തത് നല്ലൊരു കുടുംബിനെ ആയിരിക്കാനാ. അതുകൊണ്ട് അവളുടെ ഭർത്താവ് ഇന്ന് അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാ.
വേണമെന്നാ പറയുന്നത്? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാനതിൽ ഇടപെടുന്നില്ല. അത് ശരിയാവില്ല. സത്യമ്മ പറ. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. സത്യമ്മേ, സത്യമ്മയുടെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. സത്യമ്മ പറ. എങ്കിൽ നിന്റെ കളക്ടർ ആവാനുള്ള മോഹം ഉപേക്ഷിക്കാമെന്ന് നീ സത്യം ചെയ്യും. അമ്മ നിന്റെ അടുത്ത് നീ സത്യം ചെയ്തതാ. ആമേ വീട്ടിലൊരു കളക്ടർ ഉണ്ടാവുന്നത് അത് ഒരന്തസ് അഭിമാനമൊക്കെയാ. ശാരദാമ്മയുടെ മക്കളുടെയും എത്ര വർഷത്തെ സ്വപ്നം അത്. സത്യം ചെയ്തതാ. നീ ഇവിടെ സർക്കാർ വണ്ടിയിൽ ബോർഡൊക്കെ വെച്ച് വന്നിറങ്ങുന്നതേ ഈ നാട്ടിലെ മൊത്ത സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഒരു പകവീട്ടിലും കൂടിയാ. പെണ്ണുങ്ങളെ പുച്ഛിച്ച് ചിലരോടുള്ള പകവീട്ടിൽ തന്നെ. തോളോട് തോള് ചേർന്ന് ഒരാള് കൂടെ ഉണ്ടാവും അവർക്ക് കാണാൻ. എന്റെ പൊന്ന് ശാരദാമ്മ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയോ? നുണ പറയാതിരിക്കാൻ. ഇത്രയൊക്കെ നടന്നിട്ടും ഞാൻ അച്ഛനോട് ഇത് തുറന്നു പറയാത്തതിൽ എപ്പോഴെങ്കിലും തനിക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? താൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നട്ടലില്ലാത്ത ഒരുത്തനെയാണ് താൻ സ്നേഹിച്ചതെന്ന്. അയ്യോ, അത് അപ്പോഴുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളല്ലേ. എല്ലാവരും കുറ്റം പറഞ്ഞിട്ടും എനിക്ക് തന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ല എന്നുള്ളതാ സത്യം. എനിക്ക് എന്റെ ചേച്ചി അത്രയ്ക്ക് വിശ്വാസം, അതുകൊണ്ട് മറ്റൊന്നും ഞാൻ കണക്കിലെടുത്തില്ല. സത്യം, ഏട്ടത്തിന്റെ ഒരു വാക്കാ എല്ലാത്തിനെയും മാറ്റിമറിച്ചത്. സന്ദീപിന്റെ മുൻപത്തെ വിവാഹം മുടങ്ങിയത് ചേച്ചി കാരണമാണെന്ന് സന്ദീപ് വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പോ അനക്ക ബോധം കെട്ട് വീടുന്നുണ്ടല്ലോ അത് മുടങ്ങിയത്. ആ, എങ്ങനെ ബോധം കിട്ടുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അച്ചു ചേച്ചി വിവാഹം മുടക്കുമെന്ന് ഉറപ്പ് പറയുകയും ചെയ്തു. വെട്ടിയിട്ട വാഴ പോലെ അനക്ക വീഴുകയും ചെയ്തു. അനക്കയോട് ചേച്ചി എന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞിട്ടുണ്ടാവോ ആവോ? എന്റെ ചേച്ചി സന്ദീപിനെ അറിയാത്തതുകൊണ്ടാ. വാശി പിടിച്ച പിന്നെ ആര് പറഞ്ഞാലും കേക്കില്ല. എന്തായാലും ആ വാശി നമുക്ക് അനുഗ്രഹമല്ലോ, അത് മതി. പിന്നെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ വിവാഹം നടന്ന പോലെ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങും. അതെ, എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചോണം നമുക്ക് ജീവിച്ചു തുടങ്ങാം. എന്തൊക്കെ പറഞ്ഞാലും സന്ദീപിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. ഇന്നലെ വരെ തോന്നാത്തൊരു മിസ്സിങ്.
കരുതി എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ. അതെന്താ അങ്ങനെ തോന്നിയത്? എനിക്കെപ്പോഴും മിസ് ചെയ്യാറുണ്ട്, പറയുന്നില്ലെന്നേ ഉള്ളൂ. എത്രയും വേഗം എല്ലാവരെയും കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതുടനെ ചെയ്യാം. വിവാഹം കഴിഞ്ഞിട്ട് രണ്ടിടത്ത് താമസിക്കുന്നത് വല്ലാത്തൊരവസ്ഥ. അതും ഒന്ന് കാണാൻ പോലും പറ്റാതെ. കാണുന്ന നിർബന്ധമാണെങ്കിൽ വീഡിയോ കോളിൽ വിളിക്കാം. അതെ, അമ്മ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാവേ. ഇപ്പൊ പോകണ്ടെന്നേ, കുറച്ചുകൂടെ കഴിയട്ടെ. അതെ, നമ്മൾ കുറച്ചു പേരുടെ ഇടയിലാ ഭാര്യയും ഭർത്താവും. എന്റെ വീട്ടിൽ ഞാനിപ്പോഴും പൂരം നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയാ. അതുകൊണ്ട് എന്റെ മോൻ അവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ. ശരി, ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സമയം 9:30 ആയോ? ആയി. എന്താ സുചേട്ടാ? അല്ല, താൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നോണ്ട് ചോദിച്ചതാ. 9:30 to 10 ആണല്ലോ ഇയാളുടെ ടെൻഷൻ സമയം. ആ, ഇന്നത്തെ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 10 മണിക്ക് മുമ്പേ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കായിരുന്നു. സച്ചേട്ടന്റെ മനസ്സുകൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞാനത് പറയാതിരുന്നേ. ഇതിന്റെ ഉള്ളടക്കത്തിൽ ഒരു ശുഭമുഹൂർത്തം കുറിച്ചിട്ടുണ്ട് ജോത്സ്യ. സന്ദീപ് അനഘയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള ശുഭമുഹൂർത്തം. ഇനിയുള്ള 3-ാം ദിവസം ഈ കർമ്മം നടക്കും. അവധിയെടുത്ത് വീണ്ടും ഇത്ര പെട്ടെന്ന് ഈ വിവാഹമായിട്ട് വരുമെന്ന് ഞാൻ കരുതിയതല്ല. ഇനി എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയില്ലല്ലോ എന്റെ ഈശ്വര. ഇത് ടെൻഷൻ അടിക്കേണ്ട വിഷയം തന്നെയാണ്. അന്നത്തെ പോലെ ഒരു അത്ഭുതം നടക്കുമെന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമായിരിക്കും. സന്ദീപിന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് വരുന്ന പോലെ വരട്ടെ എന്ന് നിസ്സാരമായിട്ട് കാണാനും പറ്റില്ല. ഈ ഏട്ടത്തിക്ക് എന്താ ഇത് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? വല്ലാത്തൊരു വാശി തന്നെയാണ്. ആരോടാ സച്ചേട്ടാ? എന്തിനോടാ ഏടത്തേക്ക് വാശി? സത്യങ്ങളെല്ലാം കണ്ണുമുന്നിലുണ്ടായിട്ടും അതിന് നേരെ തിരിഞ്ഞു നിൽക്കുന്നതിന് വാശി നല്ല വിളിക്കേണ്ടത് അഹങ്കാരമാണ്. താൻ വിചാരിച്ച എന്ത് നടക്കുമെന്നുള്ള അഹങ്കാരം. നിനക്ക് ഏട്ടത്തിന്റെ സ്വഭാവം നല്ലപോലെ അറിയാലോ അർച്ചന. അറിയാം, നല്ലപോലെ അറിയാം. അനഘ സന്ദീപനെ കൊണ്ട് കെട്ടിക്കാൻ ഏട്ടത്തി വല്ലാതെ ആഗ്രഹിച്ചതാ. അതുകൊണ്ട് അത് നടത്താൻ പറ്റുന്ന എല്ലാം ചെയ്യുകയും ചെയ്യും. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ എങ്ങനെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. എന്തിനാ സച്ചേട്ടാ ഇപ്പോഴും നമ്മൾ എല്ലാവരുടെയും സന്തോഷം നോക്കിയിരിക്കുന്നത്? എന്തിനാ നമ്മൾ ഇപ്പോഴും ഒളിപ്പോര് നടത്തി ഒളിയമ്പുകളെ ആശ്രയിക്കുന്നത്? ഇനിയും നുണക്കഥകൾ പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ച് എത്ര നാളുകൂടി ഇങ്ങനെ തീ നിന്ന് ജീവിക്കേണ്ടി വരും? അപ്രതീക്ഷിതമായിട്ടാ എടുത്തി ഓരോന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിഹാരം കാണാൻ നമുക്ക് സമയം കിട്ടാറുമില്ല. അർച്ചന, ബാക്കിയെല്ലാം താൻ മനസ്സിൽ കളഞ്ഞിട്ട് ഇതിനെങ്ങനെ നമ്മൾ തരണം ചെയ്യുന്ന ആലോചിക്കേ. മുൻപ് ഈ വിവാഹം മുടക്കണമെന്ന് ഞാൻ കരുതിയപ്പോഴും ഞാൻ മുഴുവനായി ആശ്രയിച്ചിരുന്നത് ഈശ്വരനെയും. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. നമുക്ക് ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. താൻ എന്തൊക്കെയാ പറയുന്നേ? ഇത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ താൻ ഇങ്ങനെയാണോ പറയുന്നേ? നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തില്ലേ ഇത് വലിയ വിഷമത്തിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടുന്നിടും. സച്ചേട്ടൻ ധൈര്യമായിരിക്കും. നമുക്ക് സാധ്യതകൾക്കപ്പുറത്ത് അപ്രതീക്ഷിതമായിട്ട് ചിലത് സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഈശ്വരൻ ചില അത്ഭുതങ്ങൾ കാണിക്കും. അതുപോലൊരു അത്ഭുതം ഇവിടെ നടക്കണം, നടന്നേ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
അയ്യോ കൊല്ലണ്ട, അതൊരു ജീവനല്ലേ. മാളുവിനെ ഞാൻ എടുക്കാം. അതിന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോവല്ലേ മഹിയേട്ടാ. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. എനിക്കിതിനെ തൊടാൻ സാധിക്കുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ള പാമ്പ. ഒരു കൊട്ടേഷൻ കൊടുത്താൽ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് ആളെ പിടിക്കാൻ അറിയാം. കൃത്യമായിട്ട് മാളുവിനെ തന്നെ സ്കെച്ചിട്ട് പിടിച്ചല്ലോ. ആ നകുലു വന്നല്ലോ. നകുലിന് ജീവികളെയൊക്കെ അടുത്തറിയാവുന്നല്ലേ? അതെ, പക്ഷെ പാമ്പുമായിട്ട് അത്ര പരിചയമില്ല. പാമ്പുകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. കൊത്ത് കിട്ടുന്നത് വിചാരിക്കാത്ത സമയത്തായിരിക്കും. അയ്യോ, എല്ലാരും സംസാരിച്ച് നിൽക്കാതെ വേഗം എന്തെങ്കിലും ചെയ്യൂ. മഹി, ആ പാമ്പ് കൊടുത്ത കാര്യയോ ഫോറസ്റ്റുകാരെയോ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറ. ആ ഹലോ, ഫോറസ്റ്റ് ഓഫീസല്ലേ? എന്റെ വീട്ടിലൊരു പാമ്പ് കയറി. അതെ, ഉണ്ട്. ഒന്ന് പെട്ടെന്ന് എത്താൻ പറ്റുമോ? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ശരി, നോക്കിക്കോളാം. ആ, അവര് ഉടനെ വരൂ മഹി. വരാമെന്നാ പറഞ്ഞത്. ഞാൻ ലൊക്കേഷൻ ഒന്ന് അയക്കട്ടെ. എങ്ങനെ നിൽക്കാം? മോളെ വാ. മോൾക്കൊന്നും പറ്റിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായി, പാമ്പിനെ കിട്ടിയോ സർ? ഇല്ല. അയ്യോ, അതെന്താ? ഞങ്ങൾ അവിടെ മുഴുവൻ നോക്കി, പക്ഷെ പാമ്പിനെ കണ്ടില്ല. അയ്യോ, അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഒന്നും ഇല്ലെന്നേ. എന്റെ ബലമായ സംശയം പാമ്പ് ജനൽ വഴിയോ വെന്റിലേറ്റർ വഴിയോ പുറത്തോട്ട് പോയിട്ടുണ്ടാവും. അത് പോയി കാണുന്ന ഉറപ്പാണോ? അതെ, ഉറപ്പാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പടോ. പാമ്പ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാരെങ്കിലും കടിക്കും. അത് പോയി കാണും. പോയില്ലെങ്കിൽ അവരതിനെ കണ്ടുപിടിക്കില്ലായിരുന്നോ? ശ്രേയ താഴേക്ക് വന്നപ്പോ പാമ്പിറങ്ങി വേറെ ഏതെങ്കിലും മുറിയിലേക്ക് പോയെങ്കിലോ? എല്ലാവർക്കും ഒരു ശ്രദ്ധയുണ്ടാവണം. പാമ്പ് പോയെന്ന് കരുതി അശ്രദ്ധമായിട്ട് നടക്കരുത്. അത് പോയെന്നുള്ളൊരു ഊഹം മാത്രമാണ്. അതെ, എല്ലാവരും ശ്രദ്ധിക്കണം. ഗംഗേ, മാളു എവിടെ? ആ, അവള് പേടിച്ച് വലിയ ക്ഷീണത്തിലാ.
ഞാൻ റൂമിൽ കിടത്തിയിട്ടുണ്ട്. മാളെന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. കണ്ണടയ്ക്കുമ്പോ ആ പാമ്പിനെ സ്വപ്നം കാണുവാ. അത് മോളെ പാമ്പിനെ കണ്ട് പേടിച്ചതുകൊണ്ടാ. ശ്രീ മഹേശ്വരനെ പ്രാർത്ഥിച്ചിറങ്ങിയാ മതി, പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടാ. മോള് കണ്ണടച്ചുറങ്ങിക്കോ, ഞാൻ അടുത്തുണ്ടല്ലോ. ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. മഹേട്ടാ, എന്തു പറ്റി? മഹേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. എനിക്കെന്തോ ആ പാമ്പ് പോയിട്ടില്ല എന്നൊരു തോന്നല്. അച്ഛനും എന്നെ പോലെ പേടിച്ചു വന്നതാണോ? ഗംഗയ്ക്ക് പേടിയില്ല. അച്ഛൻ ശ്രീമഹേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് കിടന്ന കണ്ണടയ്ക്കുമ്പോ പാമ്പിനെ കാണില്ലെന്നാ ഗംഗ പറഞ്ഞത്. അതെ, ഗംഗ പറഞ്ഞത് ശരിയാ. മഹേട്ടൻ പേടിക്കണ്ട, അവര് പറഞ്ഞതുപോലെ ആ പാമ്പ് പോയിട്ടുണ്ടാവും. മഹേട്ടൻ പേടിക്കണ്ട, അവര് പറഞ്ഞതുപോലെ ആ പാമ്പ് പോയിട്ടുണ്ടാവും. മഹേട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ പോയിക്കോളാം. ഗംഗേ, മോളെ മുറി കൊണ്ട് കിടത്തും. ശരി മഹേട്ടാ. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്റെ വിജയം, സഞ്ജനയുടെ മാത്രം വിജയം. ഇനി ഞാൻ സ്നേഹിക്കുന്ന പുരുഷന്റെ കൈകൊണ്ട് ഞാൻ മോഹിച്ച താലി സ്വീകരിക്കട്ടെ. ചെന്ന് സ്വാതിയോട് പറ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവൾക്കതിനുള്ള മനസ്സുണ്ട്, പക്ഷെ നിനക്കതുണ്ടാവില്ല. അതിന് കാരണവും എനിക്കറിയാം. എന്നാ ശരി, വേഗം സ്ഥലമിടാൻ നോക്ക്. നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ഓഫർ തരാം, ഒരു മെഗാ ഓഫർ. നിനക്കതിന് കഴിയുമെങ്കിൽ നീ ചെയ്ത് കാണിക്കും. ഞാൻ ആ നിമിഷം ഇവിടം വിട്ടു പോകാം. നീ നിന്റെ ഈ താലി പൊക്കി പിടിച്ച് ഇത് നിന്റെ കഴുത്തിൽ കെട്ടിയത് ആരാണെന്ന് പറ. അത് മാത്രം നീ ചെയ്താ മതി. കഴിയോ നിനക്ക്? ഇതിനേക്കാൾ വലിയൊരു ഓഫർ നിനക്കിനി കിട്ടാൻ പോകുന്നില്ല. നിന്റെ ചേച്ചിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ അമ്മു. അവളുടെ ഭർത്താവ് ആരാണെന്ന് പറയാനാ ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സ് കല്ലൊന്നും അല്ല സഞ്ജു. എന്തിനും ഞാൻ തയ്യാറാ.
മുഹൂർത്തം കഴിഞ്ഞ് കുറച്ച് സമയമേ ഉള്ളൂ. അമ്മു, മോളെ നീ പോ. ഞാനാ പറയുന്നത് പോകാൻ. ചേച്ചി ഞാൻ കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കും. നിങ്ങൾ താലി കെട്ടരുത്. അപമാനം തന്നെ. മംഗലശ്ശേരിക്കാർ ഈ വിധം മതപ്പതിക്കാൻ പാടില്ലായിരുന്നു. സ്വാതി അത്യാസന്ന നിലയിൽ ഐസിയുയിൽ കിടക്കുന്ന വിവരം അറിഞ്ഞു വെച്ച നിങ്ങൾ നാവിറങ്ങി നിന്നത്. കേറി വാ, വിവാഹം നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആന്റി സംശയിക്കുന്നത് പോലെ അവർക്കിടയിൽ ഒരു ചുക്കും നടന്നിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അവരിവിടുന്ന് പുറപ്പെട്ടത് മുതൽ ഒരു നിഴൽ പോലെ ഞാൻ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരെ ഫോളോ ചെയ്യുന്നത് അവരറിഞ്ഞതേയില്ല. അമ്പടി മിടുക്കി, നീ ആളുകൊള്ളാലോ. അല്ല, നീ എന്തിനാ അവരുടെ പിന്നാലെ പോയത്? അവരുടെ റൊമാൻസ് കണ്ട് എൻജോയ് ചെയ്യാനാ? റൊമാൻസ് കണ്ട് എൻജോയ് ചെയ്യാനോ? അത്രയ്ക്ക് കേവലമാണോ ഈ ഞാൻ? ഞാൻ പോയതേ കൊല്ലാന്. പാർവതിയെ കൊല്ലാൻ. ജാസ്മിൻ, നീ പറയുന്നത് സത്യമാണോ? സുശീലാന്റി, ആന്റിക്ക് ഈ ജാസ്മിനെ ശരിക്കും അറിയില്ല. ആന്റിക്ക് മാത്രമല്ല, ഇവിടെ ആർക്കും അറിയില്ല. ഒരാളെ കൊല്ലണോന്ന് വിചാരിച്ച ഞാൻ കൊന്നിരിക്കും. അതിന് പേടിയോ മടിയോ ഉള്ളവളല്ല ഈ ജാസ്മിൻ. ഞാനതിന് ട്രൈ ചെയ്തതാ. ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് പാർവതിയുടെ നെറ്റിയിലൊരു തിലകം. ജസ്റ്റ് മിസ്സായി. അവള് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ വിശാല് മടങ്ങി വരുന്നത് പാർവതിയുടെ ഡെഡ് ബോഡിയും കൊണ്ടാവുമായിരുന്നു. സുശീലാന്റി, എന്താ പറ്റി? സുശീലാന്റി പേടിച്ചു പോയോ? അല്ല, നീയേ ഇത്രയ്ക്ക് ടെററാണെന്ന് ഞാൻ കരുതിയില്ല. ആന്റി പേടിക്കണ്ട. എനിക്ക് ശത്രുത പാർവതിയോട് മാത്രമേ ഉള്ളൂ. ആ പിന്നെ ആന്റി എനിക്ക് ചെറിയൊരു സഹായം ചെയ്തു തരണം. എന്ത് സഹായം? പാർവതി അവിടെ കാട്ടിനുള്ളില് ഒരു പാമ്പിന്റെ പുറ്റിൽ നിന്ന് ഒരു താക്കോൽ കൂട്ടം പോലെ എന്തോ ഒന്നെടുത്ത് അവളുടെ സാരത്തുമ്പിൽ കെട്ടുന്നത് ഞാൻ കണ്ടു. പാർവതി, അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. എന്ത് തന്നെ ആയാലും അത് കണ്ടുപിടിക്കണം. നോക്കാം, ഞാൻ ട്രൈ ചെയ്യാം. പാർവതി ഒരു പൊട്ടി പെണ്ണായിട്ടാ ഞാൻ കണ്ടിരുന്നത്. പക്ഷേ അവളിപ്പോ ആകെ മാറി. നമ്മൾ ഒരടി വെച്ച
അവള് 10 അടി വെക്കും. ഇനി അവൾ അടിവെക്കുന്നതേ മരണത്തിലേക്കായിരിക്കും. എനിക്കൊന്ന് പഴച്ചോന്ന് കരുതി അവൾ എന്നേക്കുമായിട്ട് രക്ഷപ്പെടില്ല. അടുത്ത തവണ എനിക്കൊന്നും പിഴക്കില്ല. എന്റെ ബുള്ളറ്റ് അവളുടെ ചങ്ക് തുളച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എടാ, ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവുക. പോയിട്ട് വന്നിട്ട് സംസാരിക്കാം. ചേച്ചി വന്നേ. അതൊന്നും പറ്റില്ല. സംസാരിച്ചിട്ട് പോയാ മതി. നീ എന്താടാ ഞങ്ങളോട് ഉത്തരവിടുന്നോ? എന്ന് തുടങ്ങി ഈ സ്വഭാവം? നീ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എനിക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. എന്റെ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം. എന്നിട്ട് പോ. എന്താ വിശാലേ, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് പറയേണ്ടത് ഇവരാ. എടാ, കുറച്ചു നേരം ആയല്ലോ നീ എന്തോ മനസ്സിൽ വെച്ചിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാതെ കാര്യം എന്താണെന്ന് പറയും. നിങ്ങൾ എന്ത് ഗൂഢാലോചന ഇവിടെ നടത്തുന്നത്? ഗൂഢാലോചനയോ? ഒന്നും അറിയാത്ത പോലെ പെരുമാറരുത്. അമ്മയും അങ്കിളും ചേർന്ന് ഇവിടെ ഈ കുടുംബത്തിനെതിരെ സംസാരിക്കുന്നതിന് തെളിവുണ്ട്. കുടുംബത്തിനെതിരെ സംസാരിച്ചെന്നോ? നിനക്കെന്താടാ ബുദ്ധിഭ്രമം ബാധിച്ചോ? അതോ തലയ്ക്ക് വല്ല വെളിവും പോയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ എന്താ സംസാരിച്ചത് അത് പറ. വിശാലെ, നീ അതിര് കിടക്കുന്നു. വിശാൽ, ഇവരെന്ത് സംസാരിച്ചെന്നാ? അത് ഞാൻ കേട്ടിട്ടില്ല. ആ, അത് ശരി. കേൾക്കാത്ത കാര്യത്തിനാണോ നീ ഇവരെ ചോദ്യം ചെയ്യുന്നേ? നേരിട്ട് കേട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞത് വാസ്തവം തന്നെയാ. എടാ, എന്തടിസ്ഥാനത്തിലാ ഇത് വാസ്തവം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സംസാരിച്ചതിന് തെളിവുണ്ടെന്ന്. എങ്കിൽ ആ തെളിവ് കാണിക്ക്. എവിടെയത്? അതെ, അത് ജാസ്മിന്റെ ഫോണിലാ ഉള്ളത്. ജാസ്മിന്റെ ഫോണിലോ? അതെ, നിങ്ങൾ സംസാരിക്കുന്നത് ജാസ്മിൻ രഹസ്യമായി ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിസ്മയ വീണ്ടും കാണാൻ പറ്റിയ സന്തോഷം. വിസ്മയുടെ പാട്ട് കേൾക്കാന്ന് കരുതിയ തിരക്കെല്ലാം മാറ്റിവെച്ച് ഞാൻ വന്നത്. അതിന് ഇവിടെ മോള് പാടുന്നില്ലല്ലോ. അത് പറഞ്ഞാ പറ്റില്ല. ചടങ്ങിന് വിസ്മയുടെ പാട്ട് കാണുമെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞുപോയി.
അതെ, വിസ്മയ ചേച്ചി ഇപ്പൊ ഒരു പാട്ട് പാടുവോ? ഞങ്ങളുടെ ആഗ്രഹമാ. ഈശ്വര, വല്ലാത്ത ഒരു കുരുക്കിലാണല്ലോ വന്ന് അകപ്പെട്ടിരിക്കുന്നത്. വിസ്മയ പാടണം. വിസ്മയ പഠിക്കണ്ട, പാട്ട് പാടിക്കോ, ഞങ്ങളും കേക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹമല്ലേ വിസ്മയ? ഒരു പാട്ട് പ്ലീസ്, അത് മതി. പാട് വിസ്മയ. പ്ലീസ് ഒരു നിമിഷം, ഇപ്പൊ വരാം. വന്നേ. പാട്ട് ഏതാന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാവും. മമ്മി, ഇതാകെ പ്രശ്നമാവില്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇങ്ങനെ ഒരു ചതി ഞാനും പ്രതീക്ഷിച്ചില്ല മോളെ. എല്ലാവരും അത്ര റിക്വസ്റ്റ് ചെയ്ത് പറയോ, പാടിയില്ലെങ്കിൽ വിസ്മയ അഹങ്കാരിയാണെന്ന് പറയും. ഒക്കെ ശരിയാ, പക്ഷെ പാടാൻ നമ്മൾ എന്ത് ചെയ്യും? മമ്മി, എങ്ങനെയെങ്കിലും നമുക്ക് ശ്യാമയെ വരുത്താം. നടക്കാത്ത കാര്യം എന്തിനാ പറയുന്ന മോളെ? ഇനി എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ശ്യാമ വരില്ല. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ടീച്ചറാ? നീ ധൈര്യമായിട്ട് നിൽക്കും മോളെ. അവര് നിർബന്ധിക്കുമ്പോ സുഖമില്ല, തൊണ്ട വയ്യ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിന്നു പറ്റാം. അമ്മയല്ലേ നിന്റെ കൂടെയുള്ളേ. നമ്മളിവിടെ അധിക നേരം സംസാരിച്ച് നിന്നാ പറ്റില്ല. വാ, ശരിക്കും അസുഖം അഭിനയിച്ചോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. വാ. ചടങ്ങിനുള്ള മുഹൂർത്തമായി, തുടങ്ങാം. ചടങ്ങ് നടക്കട്ടെ, ഒപ്പം വിസ്മയുടെ പാട്ടും. എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ എനിക്ക് പാട്ട് പാടാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ തൊണ്ട ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയിലാ. കഴിഞ്ഞ വീക്കിൽ സിംലയിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാം. അവിടെ വലിയ തണുപ്പല്ലേ, പെട്ടുപോയി. അതെ അതെ ശരിയാ. ഫ്ലൈറ്റില് നാട്ടിലെത്തിയപ്പോ മുതല് ചെറിയ പനിയും തൊണ്ടയ്ക്ക് പ്രശ്നവും. വല്ലാത്ത അവസ്ഥയായിപ്പോയി. ഇത് ചെറിയ ഫംഗ്ഷൻ അല്ലേ, ശബ്ദം കുറച്ച് പാടിയാ മതി. പറ്റില്ല. നെക്സ്റ്റ് വീക്ക് ദുബൈയിൽ മലയാളി അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമാ. ഇപ്പോഴേ തൊണ്ട സൂക്ഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമ, എന്റെ മകന്റെ ഭാര്യ. എന്റെ മോളാ.
വരൂ അച്ഛാ. കേറി വരൂ. ദേവകിയെ, ദേവകിയെ, നമസ്കാരം പറഞ്ഞു. നമസ്കാരം. മോളെ എവിടെ വെച്ചാ കണ്ടേ? ശ്യാമ പോയ ഫംഗ്ഷൻ ഞാനും ഉണ്ടായിരുന്നു. ആഹാ. കുളിക്കാൻ സംഭാരം എടുക്കട്ടെ? വേണ്ട, അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാ ഞങ്ങൾ ഇറങ്ങി. അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ലൊരു പാട്ട് കേട്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക. എന്ത് ഗംഭീരമായിട്ടാണ് ശ്യാമ പാടിയത്. എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. അതിന് മോളവിടെ പാടിയോ? പാടി, അത്രയ്ക്ക് നന്നായിട്ട് പാടി. എന്തൊരു സ്വരമാതിരി. സത്യത്തിൽ ശ്യാമ എന്റെ മകന്റെ ഭാര്യ എന്ന് പറയുന്നതിൽ ശരിക്കും എനിക്ക് അഭിമാനം തോന്നുന്നു. ആ പാട്ട് എന്റെ മനസ്സിനെ ഇപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മേ, ഇതെന്താ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമോ? ഹരേ, മുരളി, ഇറങ്ങി വാടാ. ദേ വന്ന് നോക്ക്, ഈ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ മുറ്റത്ത് വന്ന് ഇറങ്ങിയിരിക്കുന്നു. വാടാ, ഇറങ്ങി വേഗം വാ. ഏട്ടാ, സന്തോഷമായി ഞങ്ങൾക്ക്. ഇങ്ങനൊരു കാഴ്ച കാണാൻ എത്ര നാളെ ഞങ്ങൾ കൊതിക്കുന്നറിയോ? എന്തൊക്കെ സൂത്രപ്പണികളാ ചെയ്തെന്നറിയോ? അതെ അതെ, ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും തോന്നിയല്ലോ. വളരെ നല്ല കാര്യം. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളും പങ്കെടുക്കുമായിരുന്നു. സാരമില്ല ഹരി, ആ ശുഭകർമ്മം ആഘോഷമായി തന്നെ നമുക്കൊന്നുകൂടി നടത്തിക്കളയാം. എല്ലാവരും കൂടി ചേർന്ന് ആർഭാടമായി തന്നെ. 1-2 ദിവസം കഴിഞ്ഞോട്ടെ. വാ, വന്ന കളഞ്ഞൊന്നും നിക്കണ്ട, അകത്തേക്ക് കയറാം. വാ എല്ലാരും. നിക്ക്. എന്നാ ഒരു കാര്യം, ഒരു 100 തവണ അഞ്ജലി ഈ വീട്ടിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ പുതിയ റോളില് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന്റേതായ ചടങ്ങുകൾ നടത്തിയിട്ട് മതി അകത്തേക്ക് കയറലൊക്കെ. പുഷ്പൻ ചേട്ടൻ വന്നേ, നമുക്ക് ചെയ്യാൻ ചില പണികളുണ്ട് ഇവിടെ. അതെ, എല്ലാവരോടുമായിട്ട് എനിക്കൊന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. പ്രസാദേട്ടാ, ഞാൻ പറയാം. ഈ വീട്ടിൽ അച്ഛന്റെ അസാന്നിധ്യത്തിൽ ഞാൻ എങ്ങനെയാണോ ഹരിക്കും മുരളിക്കും അച്ഛനാകുന്നത്, അതുപോലെ എന്റെ ഭാര്യയായ അഞ്ജലി ഇന്നു മുതൽ ആരതിക്കും ആരിക്കും അച്ചോട്ടനും മാത്രമല്ല ഹരിക്കും മുരളിക്കും കൂടി അമ്മയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഓ, താങ്ക് യു പ്രസാദേട്ടാ. അപ്പോ ഈ വീട്ടിലെ പൗരജനങ്ങളൊക്കെ കേട്ടല്ലോ. ഇനി മുതൽ ഈ വീട്ടിലെ അമ്മയുടെ സ്ഥാനത്തുള്ള ഞാൻ പറയുന്നത് വേണം എല്ലാവരും അനുസരിക്കാൻ. അതിന് ഞങ്ങൾ പണ്ടേ റെഡിയല്ലേ. ഇന്നലത്തെ അഞ്ജലി ചേച്ചി ഇന്നിപ്പോ അഞ്ജലി ചേട്ടത്തിയായി. അതിന്റെ കൂടെ അമ്മ പട്ടം കൂടെ ചേർത്താ ഏട്ടത്തി അമ്മ. സൂപ്പർ. ശരി, എന്നല്ലേ മുരളി ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നിന്നെ കാണട്ടെ ഞാൻ. ശരി ഏട്ടത്തിയമ്മേ. ആരതി, ഇനി നീ മുരളിയുടെ ഇടതുവശത്ത് വന്ന് നിൽക്കണം. ഒന്ന് പോ. അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇന്നിവിടെ ഗൃഹപ്രവേശം നടത്തുന്ന നവദമ്പതികൾ അഞ്ജലിയും പ്രസാദേട്ടനും മാത്രമല്ല മുരളിയും ആരതിയും കൂടിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ വരെ ഇത് ഹരിയുടെയും മുരളിയുടെയും മുറിയായിരുന്നു. ഇനി ഇത് മുരളിയുടെയും ഭാര്യയുടെയും മുറിയായി. മോളുടെ ബാഗ് ഞാൻ അകത്ത് വെക്കാം. ഇവിടെ വേറെ മുറിയൊന്നുമില്ല ഇതല്ലാതെ. ആ വേറെ മുറിയുണ്ട്, പക്ഷേ അത് അഞ്ജലിയുടെയും പ്രസാദിന്റെയും മുറിയാണ്. 2 couples 2 rooms. കപ്പിൾസ് ഇല്ലാത്ത ബാക്കിയുള്ള ഒറ്റയന്മാർക്ക് വരാന്ത, ഹാള്, ടെറസൊക്കെ വിശാലമായിട്ട് കിടപ്പുണ്ട് ഇവിടെ. വിചാരിക്കുമ്പോ എല്ലാരും മുറിയിൽ പിന്നെ തള്ളി വിടുകയാണല്ലോ. എങ്ങനെ അയാൾക്കൊപ്പം ഞാൻ ഈ മുറിയിൽ കഴിയും? ആശ്വാസം ജയിലിൽ കഴിയുന്നതായിരുന്നു. കണ്ണിന്റെ മുന്നിൽ ചെന്ന കടിച്ചു കയറാൻ നിൽക്കുന്ന ഇവരോടൊപ്പം ഒരേ മുറിയിൽ ഇവിടെ യുദ്ധം തന്നെ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളു പോയ സ്വപ്നങ്ങൾ ഉള്ളിൽ ഉള്ളിൽ പുത്തു തളർത്തോ ഉള്ളത് ചൊല്ലൂ നീ. കണ്ണോട് കണ്ണുടക്കി കഥ എഴുതുന്ന കവിതാക്കളുടെ കൺമുമ്പിൽ കട്ടുമ്പാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ. ആ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളു പോയ സ്വപ്നങ്ങൾ. അതെ, പൂജയോ താലിയോ മാലയോ എന്തൊക്കെയോ വച്ച് എന്തൊക്കെ അവകാശം സ്ഥാപിച്ചാലും ഇയാളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല കേട്ടോ. എന്റെ ശരീരത്തിൽ തൊടാൻ ഇയാളെ ഞാൻ അനുവദിക്കില്ല. അയ്യേ, അതിന് നിന്റെ ദേഹത്ത് തൊടാൻ ആര് വരുന്നു ഇവിടെ? ഒരു പിച്ചക്കാരൻ നിന്റെ ദേഹത്ത് തൊടാതിരിക്കാനാ ഞാനെന്നാ താലി എടുത്ത് നിന്റെ കഴുത്ത് കെട്ടിയത്. പ്രസാദ് ഏട്ടനെ നിഷേധിക്കാൻ വയ്യാത്തോണ്ടാ അന്ന് പൂജയ്ക്ക് വന്നതും നിന്റെ കഴുത്തിൽ മാല ഇട്ടതും. അത് വിവാഹമാണെന്ന് അറിഞ്ഞിട്ടും എതിർക്കാത്തതേ എന്റെ ഏട്ടനെ ഓർത്ത് മാത്രമായിരുന്നു. എന്റെ ഏട്ടൻ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനാവാതിരിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ നിന്റെ ഈ മേനിയഴക് കണ്ടിട്ടല്ല. മനസ്സിലായി മനസ്സിലായി. എന്റെ ഈ മേനിയഴക് കണ്ടാലും തനിക്കൊന്നും തോന്നില്ല. താൻ ഈ വീട്ടിലെ വിശ്വാമിത്ര മഹർഷിയാണല്ലോ. വിശ്വാമിത്രന് തോന്നിയാലും തൽക്കാലം എനിക്ക് തോന്നില്ലടി. അത്രയ്ക്കുണ്ട് നിന്റെ വായിന്ന് വരുന്ന വർത്തമാനം. മയക്കി കിടത്തി മാനം കെടുത്താൻ നിന്നവരിന്ന് മാനം വീണ്ടെടുത്ത് തന്നവനോട് തരിമ്പെങ്കിലും നന്ദി വേണോടി, നന്ദി. അതാണ് നിനക്കില്ലാത്തത്. സോറി, എനിക്ക് അതൊരല്പം കുറവാ. കടയിൽ കിട്ടുമെങ്കിലേ കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നാ മതി, ഞാൻ അങ്ങ് പുഴുങ്ങി തിന്നാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.